ഇന്നത്തെ നമ്മളെ റെസിപ്പി ഒരു നാടൻ സ്റ്റൈലുള്ള ബീഫ് ഫ്രൈ ആണ്. അപ്പം അതിനെന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അത് ഞാനൊരു കുക്കറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ഒരു 1.5 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഞാനിതാ ചതച്ച് വെച്ചതാണ്, ഇഞ്ചും വെളുത്തുള്ളിയും ഒന്ന് ചതച്ച് വെച്ചതാണ്, ഏകദേശം 2 ടേബിൾ സ്പൂൺ ഉണ്ട്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ബീഫിനൊക്കെ ആകുമ്പോൾ നമ്മൾ ചതച്ച് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്, പേസ്റ്റാക്കി ചേർക്കുന്നേക്കാണ്. പിന്നെ കുറച്ച് ചെറിയുള്ളി ചേർക്കുന്നുണ്ട്. ഇത് ഞാൻ ഒന്ന് കട്ട് ചെയ്ത് വെച്ചതാണ്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഞാനിത് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. എനിക്കൊരു 5 വിസിൽ മതിയാവും. ഞാനൊരു ഇളയ ബീഫാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോരുത്തർ എടുക്കുന്ന ബീഫിനനുസരിച്ച് നോക്കിയിട്ട് വേവിച്ചെടുക്കുക. തീരെ വെള്ളം ചേർക്കേണ്ടതില്ല, ബീഫിൽ നിന്ന് തന്നെ വെള്ളം വന്നോളൂ. പ്രത്യേകിച്ച് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക ആയതുകൊണ്ട് നമ്മൾ വേറെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമുക്കിത് വേവിച്ചിട്ട് വരാം. അപ്പോൾ നമ്മളുടെ ബീഫ് ഇതാ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്, നല്ലപോലെ വെന്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ കുറച്ചുകൂടെ വെള്ളമുണ്ട്, അത് നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ അതിന് മുൻപായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂണ് മുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല, പിന്നെ ഒരു 1/2 ടീസ്പൂണ് പെരിഞ്ജീരകം പൊടിച്ചത് ഇതുകൂടെ ചേർക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് വറ്റിയതിന് ശേഷം ചേർത്താലും കുഴപ്പമില്ല. വറ്റിച്ചെടുത്ത് ഒന്ന് തണുത്തിട്ട് നമ്മൾ സാധാ ഫ്രൈ ചെയ്യും പോലെ ഒന്ന് ചേർത്താലും കുഴപ്പമില്ല. പക്ഷേ ഈ സമയമാകുമ്പോൾ നമ്മളെ ബീഫിലേക്ക് നല്ലപോലെ പിടിക്കും, അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് നല്ലപോലെ വറ്റിച്ചെടുക്കാം. ഇപ്പോൾ നമ്മളുടെ ബീഫ് ഇതാ വറ്റി വന്നിട്ടുണ്ട്. ഞാൻ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് വറ്റിച്ചെടുത്തിട്ടില്ല. ഇനി നമുക്ക് ഫ്രൈ ചെയ്യുമ്പോൾ പിന്നെ ബാക്കിയും കൂടെ അങ്ങ് വറ്റിച്ചാൽ മതി. ഇതാ ഓവറായിട്ടില്ല, ഇതിൽ കൂടി കുറച്ചുകൂടെ ഒന്ന് വറ്റി വരാനുണ്ട്. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് ബീഫ് മാറ്റി വെച്ചിട്ട് ഇവിടെ ഒരു ഫ്രൈ പാൻ വെച്ച് അതിലേക്ക് 1.5 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യുന്നത്, ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ ആണ്. ഇത് നമ്മൾ ബീഫ് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ വെളിച്ചെണ്ണ നമുക്ക് അധികമായിട്ട് വരുന്നില്ല. ഇനി അധികമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കതിന്ന് മാറ്റിയെടുത്താൽ മതി ബീഫ്. ഇനി ഇതൊന്ന് ചൂടാവുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ നാടൻ സ്റ്റൈലിൽ ചെയ്യുമ്പോൾ ഈ തേങ്ങാക്കൊത്തൊക്കെ ബീഫിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതൊന്ന് നമ്മൾ എണ്ണയിലിട്ട് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് കരിവേപ്പിലയും കൂടെ ചേർക്കാം. തേങ്ങ ഒന്ന് കളർ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഞാൻ ഒരു 3 പച്ചമുളക് ഇതേപോലെ നടുകെ കീറിയത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബീഫ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിനി നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം, ഒന്നുകൂടെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഈ തേങ്ങിൻ്റെയും പച്ചമുളകും കരിവേപ്പിലയുടെ ഒക്കെ വരുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ തന്നെയാണ് നമ്മളെ ബീഫിന് കിട്ടുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യുക. എപ്പോഴും നാടൻ വിഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുക, അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്.
ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് വറ്റൽമുളക് ക്രഷ് ചെയ്തെടുത്തതുണ്ട്, അതുകൂടെ ചേർക്കുകയാണ്. നിങ്ങൾക്ക് ഈ സമയം നോക്കിയിട്ട് വേണമെങ്കിൽ കുരുമുളകും പിന്നെ ഈ വറ്റൽമുളകൊക്കെ കൂടുതൽ ചേർക്കാം. എരിവ് ഓരോരുത്തർക്ക് അനുസരിച്ച് നോക്കിയിട്ട് ചേർക്കുക. പിന്നെ ബീഫൊക്കെ ആകുമ്പോൾ കുറച്ചൊരു സ്പൈസിയാണ് നല്ലത്. അപ്പോൾ എരിവ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. നമുക്കിത് ഒന്നുകൂടെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഞാൻ അധികം ഡ്രൈ ആക്കി എടുക്കുന്നില്ല. അപ്പോൾ നമ്മളുടെ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ്. വെളിച്ചെണ്ണ ഒന്നും അധികം ആയിട്ട് വന്നിട്ടേ ഇല്ല. ഇനി ഡീപ്പ് ഫ്രൈ ചെയ്യുന്നത് വെച്ചാൽ ബീഫ് വല്ലാതെ ഒരു ഉറപ്പ് വന്നു. ഇതാവുമ്പോൾ ബീഫ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും നമുക്ക്. കണ്ടോ, മറ്റേത് ഭയങ്കര ഹാർഡായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്കിതിന് ഒരു സേവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളുടെ ബീഫ് ഫ്രൈ ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുറച്ച് സ്പൈസിയാണ്, പക്ഷേ അതിൻ്റെ കൂടെ ആ തേങ്ങാക്കൊത്തൊക്കെ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക, എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. ഓക്കെ, താങ്ക് യു.